ജോലിയുടെ ഇന്റർവ്യൂവിനായി 100 പേർ ഒരു ക്യൂവിൽ നിൽക്കുകയാണ്. ഏതാനും ഒഴിവുകളുണ്ട്. കമ്പനിയുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഇന്റർവ്യൂവിനായി രേഖകളെല്ലാം പരിശോധിച്ച് ആൾക്കാരെ അകത്തേക്ക് കയറ്റിവിടുന്നത്. ആ സമയത്ത് അയാൾ ആലോചിക്കുകയാണ്, താൻ വിചാരിച്ചാൽ ഇവർക്ക് ജോലി കിട്ടാനും കിട്ടാതിരിക്കാനും സാധിക്കുമല്ലോ. ആ അധികാരം ഉപയോഗിക്കാൻ അയാൾ തീരുമാനിക്കും. അയാൾ ക്യൂയിലുള്ള ഉദ്യോഗാർത്ഥികളോട് പറയുകയാണ്, തനിക്ക് 1000 രൂപ തന്നാൽ മാത്രമേ ഇന്റർവ്യൂവിന് ഹാജരാകാൻ സമ്മതിക്കുകയുള്ളൂ. അവരെന്ത് ചെയ്യും? ആരോഗ്യമുള്ള വ്യക്തികൾ ആരോഗ്യമുള്ള കുടുംബങ്ങളെയും ആരോഗ്യമുള്ള കുടുംബങ്ങൾ ആരോഗ്യമുള്ള സമൂഹത്തെയും സൃഷ്ടിക്കുന്നു. ശരീരവും മനസ്സും സമൂഹവും ഒരുപോലെ ആരോഗ്യമുള്ളതാക്കാം. ലെറ്റ്സ് നോട്ട് ജസ്റ്റ് ക്യൂർ ഡിസീസസ്, ലെറ്റ്സ് സോൾവ് ദ റിയൽ പ്രോബ്ലംസ് ആൻഡ് റീഡിഫൈൻ ഹെൽത്ത് ടുഗദർ. ആദ്യം ആരോഗ്യം. ക്യൂവിൽ ഏറ്റവും മുന്നിലുള്ള ആൾ ആദ്യമായി ഇത് കേട്ടപ്പോൾ ആകെ പകച്ചുപോയി. അവർ ആദ്യം എതിർക്കാൻ ശ്രമിച്ചെങ്കിലും ഉദ്യോഗസ്ഥൻ സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. അയാൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പൊതുജനങ്ങളോട് പരാതി പറയാൻ തുടങ്ങി. പലരും ഗൗനിച്ചില്ല. ചിലർക്ക് 1,00,000 രൂപ ശമ്പളമുള്ള ജോലിയല്ലേ, 1000 കൊടുത്താൽ എന്താണ് എന്ന മട്ടായിരുന്നു. ഇത്രയും നാൾ സ്വപ്നം കണ്ട ഈ ജോലി നേടാനുള്ള അവസരം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ 1000 രൂപ കൊടുത്ത് അയാൾ ഇന്റർവ്യൂവിന് പ്രവേശിച്ചു. ക്യൂവിൽ രണ്ടാമത് വന്ന ആളും ഇത്തരത്തിൽ തന്നെ ആദ്യം എതിർക്കാൻ ശ്രമിക്കുകയും കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും ശ്രമം വിജയിച്ചില്ല. ഒടുവിൽ അയാൾക്കും മറ്റു വഴിയില്ലാതെ 1000 രൂപ നൽകി അകത്തേക്ക് കടക്കേണ്ടി വന്നു. അയാൾക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നു ഈ ജോലി തനിക്ക് അർഹതപ്പെട്ടതാണെന്നും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ ഉറപ്പായും ജോലി ലഭിക്കുമെന്നും. ആ ഉറപ്പിന്റെ പേരിലാണ്, തന്റെ കഴിവിലുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് അയാൾ ഒടുവിൽ 1000 രൂപ കൊടുക്കുന്നത്. മൂന്നാമതും നാലാമതും വന്ന ആളുകൾ ഇതിനകം തന്നെ ഈ പ്രക്രിയ കണ്ടതിനാൽ പൊതുജനങ്ങളോട് പറയാൻ മുതിർന്നില്ല. അവരും 1000 രൂപ കൊടുത്തത് മനസ്സില്ലാ മനസ്സോട് തന്നെയായിരുന്നു. ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുള്ള തെറ്റ് ഇപ്പോഴും തെറ്റ് തന്നെയാണെന്ന് ഓർക്കുക. ഇതുപോലെ 10ഉം 20ഉം ആളുകൾ അതിനകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേക്കും പുറകിലുള്ള ആൾക്കാർ ഉദ്യോഗസ്ഥന് കൊടുക്കാനായി 1000 രൂപ പോക്കറ്റിൽ നിന്നും എടുത്ത് കയ്യിൽ പിടിച്ചിരുന്നു. കൊടുക്കാൻ 1000 ഇല്ലാത്തവർ ഇന്റർവ്യൂവിൽ നിന്നും വിട്ടുനിന്നു. ചിലർ ഈ ഒറ്റ ജോലിയുടെ പ്രതീക്ഷയിൽ ഒരുപാട് ജീവിത പ്രാരാബ്ധങ്ങൾ കാത്തുകിടക്കുന്നതിനാൽ പെട്ടെന്ന് കയ്യിലെ വാച്ചും മാലയും ഒക്കെ വിറ്റ് കാശുണ്ടാക്കി വന്നു. ഏറ്റവും ഒടുവിലത്തെ ആൾക്ക് താൻ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്നോ ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് തെറ്റാണെന്നോ ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല. അതേസമയം പണം കൊടുത്താൽ കാര്യം സാധിക്കാം എന്ന് മനസ്സിലാക്കിയ ചിലർ ക്യൂ നിൽക്കാൻ പോലും തയ്യാറാകാതെ 1000ന് പകരം 2000മോ അതിനധികമോ പണവുമായി വരുന്നു. ഉദ്യോഗസ്ഥന് സന്തോഷമാകുന്നു. ആ കീഴ്വഴക്കത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. എതിർക്കാനോ പ്രതികരിക്കാനോ അല്ല, ഏറ്റവും പ്രിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സാധിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. ഈ കാര്യം അവിടെ നിൽക്കട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമയിൽ ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെ പറ്റിയുള്ള നിരവധി തുറന്നു പറച്ചിലുകൾ നമ്മൾ കണ്ടു. സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും വലിയൊരു വിഭാഗം ജനങ്ങൾ സർവൈവേഴ്സിന് പിന്തുണയുമായി കൂടെയുണ്ടെങ്കിലും മറ്റൊരു വിഭാഗം ജനങ്ങൾ ഇവരെ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ പക്ഷം ഒരുപാട് നാളുകൾക്ക് മുമ്പ് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി പൂർണ്ണ സമ്മതപ്രകാരം അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തതിനു ശേഷം ആവശ്യം നടക്കാതെ വരുമ്പോൾ അവർക്കെതിരെ തിരിയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് എന്നതാണ്. നിലവിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന പല സംഭവങ്ങളും ഈ സിനാരിയോയിൽ പെട്ടതല്ലെങ്കിലും ഇവരുടെ വാദത്തിൽ കഴമ്പുണ്ടോ? പരസ്പര സമ്മതപ്രകാരം പ്രൊഫഷണൽ കാര്യസാധ്യത്തിനായി സെക്സ് ആവശ്യപ്പെടുന്നതും സെക്സിൽ ഏർപ്പെടുന്നതും ആരോഗ്യകരമായ ഒരു പ്രവണതയാണോ? പരസ്പര സമ്മതപ്രകാരം ഇത് നടന്നതിനു ശേഷം തിരികെ ഓഫർ ചെയ്തിരുന്ന നേട്ടം കിട്ടാതെ വരുമ്പോൾ ഇതിനെതിരെ രംഗത്ത് വരുന്നത് ശരിയായ കാര്യമാണോ? ഇനി മുമ്പ് പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ കഥ എടുത്തു നോക്കാം. എന്തായിരുന്നു അയാളുടെ മനോഭാവം? ഈ അവസരത്തിനായി ഒരുപാട് പേർ പുറത്തുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 1000 തരിക, ഇല്ലെങ്കിൽ മടങ്ങി പോവുക. നിങ്ങൾക്ക് അർഹതയുണ്ടോ കഴിവുണ്ടോ എന്നതൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല. വേണമെങ്കിൽ അപ്പോൾ തന്നെ അയാളെ പറ്റി പരാതിപ്പെടാമല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. എന്നാൽ അത് ജോലിയിൽ പ്രവേശിച്ചാൽ തനിക്ക് ദോഷം ചെയ്യുമോ? ലഭിക്കാൻ സാധ്യതയുള്ള ജോലി കയ്യിൽ നിന്ന് വിട്ടുപോകുമോ? ഈ ജോലി ലഭിച്ചില്ലെങ്കിൽ കുടുംബത്തിന്റെ അവസ്ഥ എന്താകും? തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ ഈ ജോലി കിട്ടാൻ മറ്റു വഴികളില്ല എന്നിങ്ങനെ പലവിധ ചിന്തകളാൽ അവർക്ക് ഈ 1000 രൂപയെ അവഗണിക്കേണ്ടി വന്നതാകാം. ഇവിടെ ഇതെല്ലാവർക്കും മനസ്സിലാക്കാനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. 1000 രൂപ കൊടുത്തിട്ടും അകത്തേക്ക് കയറാൻ പറ്റാതിരുന്ന ഒരു ഉദ്യോഗാർത്ഥി ഈ ഉദ്യോഗസ്ഥനെതിരെ പരാതിപ്പെട്ടാൽ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുക? പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. തെറ്റായ മാർഗത്തിലൂടെ വ്യക്തിപരമായി നേട്ടമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒടുവിൽ പിടിയിലാകുന്നു. അതിന് കാരണക്കാരനായ ആൾ കൈക്കൂലി കൊടുക്കുക എന്ന തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അയാളുടെ സാഹചര്യം അതിനെ എതിർക്കാൻ പറ്റുന്നതായിരുന്നില്ല. കാര്യങ്ങൾ സിമ്പിൾ ആണ്, ക്ലിയർ ആണ്.
കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും നിയമപരമായി തെറ്റാണ്. എന്നാൽ പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം കുറ്റകരമല്ല, തെറ്റുമല്ല. എന്നാൽ ജോലി സ്ഥലത്ത് തന്റെ അധികാരം ഉപയോഗിച്ച് മുന്നിലുള്ള ആളുടെ അവകാശം നിഷേധിച്ച് അർഹമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി സെക്ഷൽ ഫേവേഴ്സ് ആവശ്യപ്പെടുമ്പോൾ അത് സമ്മതിച്ചാൽ പോലും അത് സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യം ഏതെന്ന് ചിന്തിക്കുക. സിനിമയിലായാലും മറ്റേത് രംഗത്തായാലും അവസരങ്ങൾക്കും നേട്ടങ്ങൾക്കുമായി അധികാരഘടനയിൽ തനിക്ക് താഴെയുള്ളവരെ ഏത് രീതിയിൽ ചൂഷണം ചെയ്യുന്നതും അതിക്രമമാണ്. ഏറ്റവും ലളിതമായി ആലോചിച്ചാൽ അത് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന വിവേചനവും പുരുഷന്മാർ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന മേൽക്കൈയും കാരണം നമ്മുടെ ചിന്തകൾ ഇത്തരം സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത് സമൂഹം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും. മോശം അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ അത് എത്ര കാലങ്ങൾ മുൻപുള്ളതായാലും അനുഭവപൂർവ്വം തന്നെ പരിഗണിക്കേണ്ടതാണ്. അതിന്റെ ഗ്രാവിറ്റി ഏതാണെങ്കിലും അതിനോട് അവർ അന്ന് പ്രതികരിച്ചിരുന്നെങ്കിലും ഇല്ലെങ്കിലും അത് അതിക്രമമായിരുന്നു എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ തുറന്നു പറച്ചിലുകൾക്ക് ഇടം നൽകേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഹെൽത്തി എൻവയൺമെന്റ് സൃഷ്ടിച്ചാലേ ആരോഗ്യകരമായ ഒരു സമൂഹം നമുക്ക് സൃഷ്ടിച്ചെടുക്കാനാവുകയുള്ളൂ. ശാരീരികവും മാനസികവുമായ ആരോഗ്യം പോലെ തന്നെ സാമൂഹികമായ ആരോഗ്യവും പ്രധാനമാണ്. ഫാമിലിക്കോയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നും അതുതന്നെയാണ്. രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുറ്റപ്പെടുത്തുമോ എന്ന ഭയമുള്ളതിനാൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ഇതുവരെ ഡോക്ടറോട് പറയാതിരുന്നിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. രോഗികളുടെ പ്രൈവസിയും സുരക്ഷിതമായ മാനസികാവസ്ഥയും ഞങ്ങളുടെ ഉറപ്പാണ്. ആദ്യം ആരോഗ്യം. തിരുവനന്തപുരത്തെവിടെയും ഡോക്ടർ വീട്ടിലെത്തി ചികിത്സ നൽകുന്നു. ഫാമെഡിക്കോ അർജന്റ് കെയർ ക്ലിനിക് 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. വിളിക്കൂ 8590255025.